ടീം ഗ്ലോബൽ അവതരിപ്പിക്കുന്ന 2025 തമ്മിൽ തമ്മിൽ എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ 34-ാം ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫസീല നിസാർ. നമ്മുടെ നാടിന്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ഫസീല നിസാറിനെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഫസീല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോ ഫസീല എന്ത് ചെയ്യുന്നു? നല്ല സന്തോഷകരമായി പോകുന്നു ജീവിതം. ഞാനിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ BA ഡിഗ്രി വീട്ടിൽ നിന്ന് ഡിസ്റ്റന്റ് ആയി പഠിക്കുകയാണ്. ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസീല നിസാർ, എന്റെ കുട്ടിക്കാലം മുതലേ നിസാറിന് എനിക്ക് പരിചയമുണ്ട്. ഒരു തികഞ്ഞ ഇടതുപക്ഷ അനുഭാവിയായി നിൽക്കുന്ന ഒരാളാണ് നിസാർ. ഇപ്പൊ പ്രവാസിയാണ്. ഈ അതിലുപരിയായിട്ട് ഫസീലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ടുള്ള ഒരു ബന്ധം പറയാൻ സാധിക്കും? തീർച്ചയായും പറയാൻ സാധിക്കും. എന്റെ കുടുംബവും ഇടതുപക്ഷ അനുഭാവി കുടുംബമാണ്. അതുപോലെ തന്നെ ഞാൻ എത്തിപ്പെട്ട എന്റെ ഭർത്താവും അവരുടെ കുടുംബവും ഇടതുപക്ഷ അനുഭാവികളാണ്. ഓട്ടത്തിന്റെ വേഗത കൂടുന്തോറും ചുറ്റുപാടുകളിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കില്ല എന്നതൊരു വാസ്തവമാണ്. 1200-ലധികം വോട്ടർമാരെ പല തവണകളായിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഈ തിരക്കിനിടയിൽ സത്യം പറഞ്ഞാൽ ഈ വാർഡിലെ എന്തെങ്കിലും പോരായ്മകൾ ഈ ഫസീലയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറയാൻ സാധിക്കും. പ്രധാനമായും കാദ്യോട് ഡിവിഷനിൽ നിന്നും പൂളപ്പോൽ ഡിവിഷനിലേക്ക് കൂട്ടിച്ചേർത്ത അല്ലുർഷാദിന്റെ താഴെ ഭാഗം, അതായത് വിളക്കാട് ഭാഗം, അവിടത്തേക്കുള്ള വഴി, അതായത് അവരുടെ ജീവിത നിലവാരം എല്ലാം വളരെ ഏറെ എന്നെ വിഷമിപ്പിച്ച ഒരു യാത്രയായിരുന്നു അങ്ങോട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട തോടിന് കുറുകെയുള്ള കവുങ്ങിന്റെ പാലങ്ങൾ പോലത്തെ പാലങ്ങൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം മുനിസിപ്പാലിറ്റിയുടെ ഒരു വികസനവും കൗൺസിലർ അവിടെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന പൈറ്റൂൾച്ചാൽ ഷൗക്കത്തുക്കയുടെ വീട്ടിലേക്കുള്ള റോഡ്, അതും അതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിൽ ഒട്ടനവധി പോരായ്മകളുണ്ട്. കാടംകുനി ഭാഗത്തെ ജനങ്ങളുടെ ജീവിതവും വളരെ ദുരിതത്തിലാണ്. പുതുക്കുംചാലിലെ വെള്ളക്കെട്ട് അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. കുട്ടികൾ ചെറിയ കുട്ടികൾ വെള്ളക്കെട്ടിൽ വീണ് സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴും പല പ്രശ്നങ്ങളും നേരിട്ടതായി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതെ. ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ അരിവാൾ ചുറ്റിക എന്നുള്ള ചിഹ്നത്തിൽ നിന്ന് ഒരു ജീപ്പിലേക്കുള്ള ഒരു കടന്നുവരവ്, അതിനെ കുറിച്ച് ഫസീലക്ക് എന്താ പറയാനുള്ളത്? ഞാനൊരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതിനാലാണ് സ്വതന്ത്ര ചിഹ്നമായ ജീപ്പിനെ ഞാൻ തിരഞ്ഞെടുത്തത്. മുക്കം മുനിസിപ്പാലിറ്റിയിലെ 34-ാം ഡിവിഷനിൽ ഇടതും വലതും വളരെ ആർജവത്തോടു കൂടിയുള്ള ഒരു ഗടാഗട മത്സരം കാഴ്ചവെക്കുകയാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതിനിടയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കടന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഈ കടന്നു കയറ്റം ഫസീല നിസാറിന് അതൊരു അനുകൂലമായിട്ടാണോ അതോ പ്രതികൂലമായിട്ടാണോ കാണുന്നത്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുനിസിപ്പാലിറ്റി ആയ കാലം തൊട്ട് ഇവരുടെ കുടുംബം മത്സര രംഗത്തുണ്ട്. ഉപ്പ, ഉമ്മ, ഇപ്പൊ ഇതാ മകളും. അതെനിക്കൊരു വെല്ലുവിളിയായി ഞാൻ എടുക്കുന്നില്ല. ഒരു മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷന് എന്നുള്ള നിലക്ക് നമ്മുടെ ഈ 34-ാം ഡിവിഷനിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയമില്ല. അപ്പോ ഫസീല നിസാർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഡിവിഷനിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ, അതിനെ കുറിച്ചൊന്ന് ചുരുക്കി വിവരിക്കാൻ പറ്റുമോ? ഈ 34-ാം ഡിവിഷനിലൂടെയുള്ള എന്റെ യാത്രയിൽ പല വീടുകളിലും പല തരത്തിലുള്ള രോഗികളെയും കിടപ്പ് രോഗികളെയും ഞാൻ കാണാനിടയായിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പ്രാധാന്യം നൽകുന്ന രീതിയിൽ
ഞാനൊരു സബ് സെന്റർ, ഹെൽത്ത് സെന്ററിന്റെ കീഴിലുള്ള സബ് സെന്റർ, അതായത് ഡോക്ടറും നഴ്സുമുള്ള സബ് സെന്റർ, അത് ഇവിടെ കൊണ്ടുവരുന്നതിനായിരിക്കും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി നൽകുക. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷനിലെ 2Kകളായ വിദ്യാർത്ഥികൾ, അവരെല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും കൗൺസിലർ എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്നും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ യാത്രാ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ റോഡുകൾ, അവ ഞാൻ യാത്രായോഗ്യമാക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അതുപോലെ നമ്മുടെ ഡിവിഷനിലെ ഒരു പ്രധാന മൗലിക അവകാശമാണ് കുടിവെള്ളം. ഇപ്പോൾ കുടിവെള്ള പദ്ധതികൾ പലതും കൊണ്ടുവന്നു, പക്ഷെ പലതും എവിടെയും ഇപ്പോഴും ശരിക്കും പ്രവർത്തനം നടക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫസീല നിസാറിന് കുടിവെള്ള പദ്ധതികൾക്ക് അല്ലെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഫസീലയുടെ തീരുമാനം? എന്റെ ഈ യാത്രയിൽ പ്രധാനമായും എനിക്ക് ലഭിച്ച പരാതി കുടിവെള്ളക്ഷാമമാണ്. അതായത് പാലക്കുന്ന്, കുറ്റ്യേരിക്കുന്ന്, കിഴക്കേക്കണ്ടി തുടങ്ങി ഒട്ടനവധി താമരക്കുളങ്ങര ഭാഗമുണ്ട്. അതെ, താമരക്കുളം, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഞാൻ മുൻകൈ എടുക്കുമെന്ന് ഉറപ്പു നൽകുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേ ഗ്രൗണ്ട്, അത് ഞാൻ ഉറപ്പു നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാന ഒരു പ്രശ്നമാണ് തൊഴിൽ രഹിതരായ സ്ത്രീകൾ. ഓരോ വീട്ടിലും ഉണ്ടാകും ഓരോ സ്ത്രീ. അവർക്ക് വേണ്ട തൊഴിൽ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. നൂറ്റാണ്ടിലധികമായി നമ്മുടെ പൂളപ്പോയിൽ GLP സ്കൂള്, നമുക്കൊക്കെ അറിയാം, പല ആളുകള് മാറി മാറി 5 കൊല്ലം ഭരിച്ചിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിന് ഒരുപാട് പ്രാഥമികമായ പല സൗകര്യങ്ങളും കുറവുണ്ട്. അപ്പോ എപ്പോഴെങ്കിലും ഫസീലയുടെ ശ്രദ്ധയിൽ അവിടെ സന്ദർശിച്ചപ്പോ അവിടുത്തെ ആ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അടുത്ത ഒരു പ്രധാന പ്രശ്നമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഇല്ല എന്നതാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ മുൻകൈയെടുക്കും. ഒരു പ്രവാസിയുടെ ഭാര്യ എന്നുള്ള നിലക്ക് ഒരുപാട് പേര് പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വരാറുണ്ട്. അപ്പോ ഒരു ഡിവിഷനിലെ കൗൺസിലർ എന്നുള്ള നിലക്ക് ആ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ? തീർച്ചയായും നോർക്കയുമായി സഹകരിച്ച് മുനിസിപ്പാലിറ്റിയുമായി ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഒരു നാടിന്റെ ജീവനാണ് കർഷകർ. അപ്പോ ഈ കർഷകർക്ക് വേണ്ടി ഫസീലക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർഷകർക്ക് വേണ്ടി വിത്ത്, വളം, ചെടി എന്നിവ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുന്ന പന്നി പോലെയുള്ള ജീവികളെ ഉന്മൂലനം ചെയ്യാനും ശ്രമിക്കും. അവസാനമായി നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് ഫസീലക്ക് എന്താണ് പറയാനുള്ളത്? ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ടീം ഗ്ലോബൽ കൂട്ടായ്മയിലെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇത്രയും നല്ല ഒരു പ്ലാറ്റ്ഫോം തന്ന ഗ്ലോബൽ അഡ്മിന്മാരെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. പ്രവാസി സഹോദരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എന്റെ ജീപ്പ് ഒന്ന് ഓർമ്മിപ്പിക്കണേ, കൂട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോടാണ്. നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ജീപ്പ് അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, വളരെയധികം സന്തോഷം. ഫസീല നിസാറിന് ടീം ഗ്ലോബലിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം. അതുവരെ ക്യാമറാമാൻ PC ഷൗക്കത്തിനോടൊപ്പം നാസിർ K. മലയിൽ.